വിഴിഞ്ഞം തുറമുഖ വിഷയത്തിൽ സത്യത്തിൽ എന്താണ് CPM നിലപാട്? കഴിഞ്ഞ രണ്ടാഴ്ചയായി വാർത്തകൾ കാണുന്ന ഏതൊരാൾക്കും ഉണ്ടാകുന്ന സ്വാഭാവിക സംശയമാണിത്. വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടാകുന്ന കാഴ്ചയാണ് CPMൽ ഇപ്പോൾ കാണുന്നത്. വിഴിഞ്ഞത്തെ അദാനിയുടെ ഓഹരി കൈമാറ്റത്തിൽ പ്രതികരിച്ച CPM നേതാക്കൾക്കെല്ലാം പല അഭിപ്രായമാണ്. അദാനി MSC പോലൊരു കുത്തക കമ്പനിക്ക് ഓഹരി കൈമാറുന്നത് ശരിയല്ല എന്ന നിലപാടാണ് പിണറായിയും കൂട്ടരും നടത്തിവന്നത്. ഇതിനെതിരെ രൂക്ഷ വിമർശനവും ഉയർത്തി. പിണറായി പറഞ്ഞത് MSC വരുന്നത് വിഴിഞ്ഞത്ത് കുത്തക സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണമാകും എന്നാണ്. ഓഹരിയുടെ ശതമാനക്കണക്ക് ചൂണ്ടിക്കാട്ടി ഉടമസ്ഥാവകാശം കൈവിടുന്നു എന്ന ആക്ഷേപവും CPM ഉയർത്തി. ഇതാണ് അന്നു മുതൽ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ CPM പ്രതിനിധികൾ പ്രധാനമായും ഉന്നയിച്ചത്. VD സതീശൻ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് മംഗലാപുരത്ത് പോയി അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റിനെ കണ്ട് ഡീൽ ഉറപ്പിച്ചു. അധികാരത്തിൽ വന്നതിന് പിന്നാലെ അത് നടപ്പാക്കി. ഇതാണ് ഓഹരി കൈമാറ്റത്തിൽ CPMന്റെ നരേഷൻ. അതായത് ഒരു മുതലാളിത്ത കമ്പനിയെ വിഴിഞ്ഞത്ത് കൊണ്ടുവരാനുള്ള അദാനിയുടെ നീക്കത്തിന് സതീശൻ ഒത്താശ ചെയ്തു എന്ന്. ആ പല്ലവി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് LDF കൺവീനർ കൂടിയായ CPM നേതാവ് TP രാമകൃഷ്ണൻ പറയുന്നത് അദാനി MSCക്ക് ഓഹരി കൈമാറുന്നതിൽ തങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന്. പിന്നെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഓഹരി കൈമാറ്റത്തിന് അദാനി സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങിയില്ല എന്നതാണ് മറുപടി. CPM പോലൊരു പാർട്ടിയുടെ ഗതികെട്ട മലക്കം മറിച്ചിൽ എന്നല്ലാതെ എന്താണ് ഇതിന് പറയാനാവുക? MSC വന്നാൽ കുത്തകവൽക്കരിക്കപ്പെടും, വിഴിഞ്ഞം തകരും എന്നെല്ലാം ഇന്നലെ കൂടി അലമുറയിട്ടവർ ഇനി എന്താണ് പറയുക എന്നറിയാൻ കൗതുകമുണ്ട്. MSCക്ക് ഓഹരി കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് CPM പ്രഖ്യാപിച്ചതോടെ ഇനി മുൻകൂർ അനുമതി സംബന്ധിച്ച വിഷയം കൂടി പരിശോധിക്കാം. ഓഹരി കൈമാറ്റത്തിന് മുൻപായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുൻകൂർ അനുമതി തേടിയാൽ മതി എന്നാണ് കൺസഷൻ കരാറിന്റെ 5(3) ക്ലോസിൽ പറയുന്നത്. CPM പ്രചരിപ്പിക്കുന്നത് പോലെ ഓഹരി കൈമാറ്റം ഇതുവരെ നടന്നിട്ടില്ല. അതിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് 13,300 കോടിയുടെ ഓഹരി കൈമാറ്റമാണ് അദാനി നടത്താൻ പോകുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നത് ഇക്കഴിഞ്ഞ മെയ് 18-നാണ്. എന്തായാലും പിന്നീടുള്ള 1.5 മാസം കൊണ്ട് നടന്നതല്ല ഇത്രയും വലിയ ഓഹരി കൈമാറ്റ ചർച്ചകൾ എന്നത് വ്യക്തം. 1 വർഷം മുൻപ് മുതൽ ചർച്ചകൾ തുടങ്ങിയെന്നാണ് മനസ്സിലായതെന്ന് മുഖ്യമന്ത്രി സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് മുൻ LDF സർക്കാരിന് ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്ന്. അന്ന് തുറമുഖ MD ആയിരുന്ന ദിവ്യ എസ് അയ്യരെയും അതിൽ സംശയമുനയിൽ നിർത്തുന്നുണ്ട് സതീശൻ. ഈ ഓഹരി കൈമാറ്റ ചർച്ചകളെല്ലാം അറിഞ്ഞിട്ടും അന്നെല്ലാം CPM മിണ്ടാതിരുന്നു എന്നത് ഇപ്പോൾ സുവ്യക്തമായിരിക്കുകയാണ്. തങ്ങൾ പ്രതിക്കൂട്ടിലാകുന്നു എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടുകൂടിയാകാം TP രാമകൃഷ്ണൻ ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുന്നത് എന്ന് ഉറപ്പ്. ഇതുവരെ കുത്തകയെന്ന് അലറി വിളിച്ചവർ ഇപ്പോൾ MSCക്കല്ല ആർക്ക് ഓഹരി കൈമാറുന്നതും കുഴപ്പമല്ല എന്ന നിലപാടിലേക്ക് എത്തണമെങ്കിൽ കാര്യമായ എന്തെങ്കിലും ഉണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും കണ്ടെത്തുന്നതിന് മുൻകൂർ അനുമതി എന്ന വിഷയം ഉയർത്തുന്നത്. എന്നാൽ അതും പാളുന്നതാണ് കാണാൻ കഴിയുന്നത്. ഒന്നാമത് ഓഹരി കൈമാറ്റം നടന്നിട്ടില്ല. മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് സർക്കാരിന്റെ അനുമതി വാങ്ങേണ്ടത്. അനുമതി നൽകണോ എന്നത് പരിശോധിക്കാൻ സർക്കാർ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. മാത്രവുമല്ല ഓഹരി കൈമാറ്റത്തിൽ സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുന്നെന്ന് ഉറപ്പാക്കാൻ ചില ഉപാധികളും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. അത് അംഗീകരിക്കുമെന്ന് അദാനി ഗ്രൂപ്പും വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിന് ഏതെങ്കിലും വിധത്തിൽ ഓഹരി കൈമാറ്റം തടയാൻ സാധിക്കില്ല. പക്ഷേ അത് സംസ്ഥാനത്തിന് ദോഷകരമാകുന്നില്ലെന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയും. അതാണിപ്പോൾ സതീശൻ ചെയ്തിരിക്കുന്നത്. ഇതോടെ വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ CPM ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം ആവിയായി പോവുകയാണ്. അപ്പോൾ എന്തിനാണ് CPM ഈ വിഷയത്തിൽ ഇത്രയും വിവാദമുണ്ടാക്കിയത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മാത്രവുമല്ല വിഷയത്തിൽ CPM പാർട്ടി രണ്ടായി പിളരുന്നതിനും കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്നലെ EP ജയരാജൻ വിഴിഞ്ഞത്ത് CPM പിണറായി പക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതി ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. KK ശൈലജയും PK ശ്രീമതിയും ദിവ്യ എസ് അയ്യരെ MD സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരായ ആരോപണങ്ങളെയും നിർവീര്യമാക്കി. പാർട്ടിയിലെ ഈ പിളർപ്പ് പിണറായി പ്രതീക്ഷിച്ചതല്ല. ഒരു നിർണായക വിഷയത്തിൽ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾക്കിടയിൽ ഇത്ര അഭിപ്രായ ഭിന്നത ഇതാദ്യമാണ്. അതും വിവാദങ്ങളിൽ നിന്ന് തലയൂരുന്നതിന് CPMനെ പ്രേരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് TP രാമകൃഷ്ണന്റെ രൂപത്തിലും ശബ്ദത്തിലും കണ്ടത്.